കേന്ദ്ര അവഗണനയ്ക്കെതിരെ യോജിച്ച നീക്കത്തിന് സർക്കാർ തയ്യാറായാൽ പ്രതിപക്ഷം പിന്തുണയ്ക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്നലെ 24 പറഞ്ഞു. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം നൽകിയേ മതിയാകൂ. ഈ ആവശ്യത്തിനായി സർവ്വകക്ഷികളും ഒരുമിച്ച് നിൽക്കണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഫലപ്രദമായി കേരള ഗവൺമെൻറ് പ്രതിപക്ഷത്തിനും കൂടി കൂട്ടി ഞങ്ങളുടെ കൂടി സഹായത്തോടു കൂടി കൂടുതൽ ഫണ്ട് കിട്ടാനുള്ള നീക്കം ഗവൺമെൻറ് നടത്തട്ടെ. ലീഗ് ഉണ്ടാവുമോ? ലീഗല്ല, പ്രതിപക്ഷം ഉണ്ടാവും. ഞങ്ങളൊക്കെ UDF ഉണ്ടാവും. കാരണം വെച്ചാൽ ഒരു ഓൾ പാർട്ടി ആയിട്ട് തന്നെ നമുക്ക് നടത്താമല്ലോ. കേരളത്തിൻ്റെ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഞങ്ങൾ തയ്യാറാണല്ലോ. കേരളത്തിൻ്റെ അവകാശം കേന്ദ്ര ഗവൺമെൻറ് തരുക തന്നെ വേണം, കിട്ടിയേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഏത് നീക്കം നടത്താൻ ഞങ്ങൾ, പക്ഷേ ഇത് പരസ്പര ആരോപണത്തിന് ഉന്നയിക്കുന്നതല്ലാതെ ഗവൺമെൻറ് അതിനുവേണ്ടി ഫലപ്രദമായ ഒരു നീക്കം ഇതുവരെ ഓൾ പാർട്ടി അടിസ്ഥാനത്തിലൊക്കെ നടത്താൻ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രവർത്തനങ്ങളെയും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. പദവിയുടെ അന്തസ്സിന് നിരക്കാത്ത തരത്തിൽ ഗവർണർ പലതും വിളിച്ചു പറയുന്നു. ഗവർണർ പദവിയിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയം പറയുന്നത് ശരിയാണോ എന്ന് അദ്ദേഹം ആലോചിക്കണം. വിവാദങ്ങളിൽ സർക്കാരിനും വീഴ്ചയുണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. ഇപ്പോൾ വന്ന് ഗവർണർ ആ പദവിയുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാതെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ് അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിലും ഒരുപാട് നിലവാര തകർച്ച വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനാണ് എല്ലാ അധികാരവും. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ ഗവർണർ കയ്യിലെടുക്കുന്നതിന് ഒരിക്കലും UDF കോൺഗ്രസ്സോ ലീഗോ അനുകൂലിക്കില്ല. കാരണം ഇപ്പോൾ ഇവിടെ അനുകൂലിച്ചാൽ തമിഴ്നാട്ടിൽ ഞങ്ങൾ എന്ത് ചെയ്യും? കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം നമുക്കൊപ്പം ചേരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിച്ച് ദീപക്. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, യഥാർത്ഥത്തിൽ എനിക്കൊന്ന് ഒരു UDF നേതാവ് എന്നുള്ള നിലയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ആണ് ഇത്രയും ശക്തമായി കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണം എന്ന് പറയുന്നത്. മറ്റൊരു UDF നേതാവ് ഇത്രയും കരുത്തോടെ പറഞ്ഞതായി കണ്ടില്ല. അഭിമുഖം നടത്തിയപ്പോൾ എന്താ തോന്നിയത്? ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ് എസ് കെ എൻ പറഞ്ഞത് തന്നെയാണ് അതിൽ വസ്തുത. UDF ക്യാമ്പിൽ നിന്നും ഒരു നേതാവ് കേരളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു സർവകക്ഷി നീക്കമാണ് വേണ്ടത്. അതായത് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കണം, അല്ലെങ്കിൽ ഓൾ പാർട്ടികൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം. അതിൽ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞൊരു വാചകം, ഞങ്ങളുടെ എതിർമുന്നണിയാണ് ഭരിക്കുന്നത് എന്ന് വെച്ച് കേരളത്തിന് കേന്ദ്രം പണം നൽകാതിരുന്നാൽ കേരളത്തിലെ ജനങ്ങളാണ് ബുദ്ധിമുട്ടുക എന്ന ബോധ്യം വേണം. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്രം കേരളത്തിന് പണം നൽകിയേ മതിയാകൂ. അതിനുവേണ്ടി ഏത് രീതിയിലുള്ള പ്രക്ഷോഭത്തിനും ലീഗ് തയ്യാറാണ്, പ്രതിപക്ഷം തയ്യാറാകണം എന്നുള്ളതാണ്. അതായത് നവകേരള യാത്രയിൽ മുഖ്യമന്ത്രി കേന്ദ്രം പണം നൽകുന്നില്ല, അതിൽ യോജിച്ച മുന്നേറ്റം വേണം. മാത്രവുമല്ല, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അഭിമുഖ വേളയിൽ ഞാൻ ചോദിച്ചു, ഈ UDF MPമാർ, പ്രതിപക്ഷ MPമാർ നിവേദനത്തിൽ ഒപ്പിടാത്തൊരു സാഹചര്യം. അപ്പോൾ നിവേദനത്തെക്കുറിച്ച് ആ രീതിയിൽ UDFൽ ഒരു ചർച്ചയുണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രവുമല്ല, സർക്കാർ ഫലപ്രദമായി ഒരു നീക്കം നടത്തുമ്പോൾ അതിനൊപ്പം ലീഗ് ഉണ്ടാകും, പ്രതിപക്ഷം ഉണ്ടാകണം, UDF തന്നെ അതിൽ ചർച്ച ചെയ്യും. അത്തരമൊരു മുന്നേറ്റത്തിന് വേണ്ടി, ഒരു നീക്കത്തിന് വേണ്ടി ലീഗ് തയ്യാറാകും, പി കെ കുഞ്ഞാലിക്കുട്ടി തയ്യാറാകുമെന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ വലിയ രീതിയിലുള്ള കയ്യടി കിട്ടുന്ന ഒരു നിലപാടാണ്, ഒരു നയപ്രഖ്യാപനമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം ഗവർണർക്കെതിരെയാണ്. ഗവർണർ അന്തസ്സ് പുലർത്തണം എന്ന് പറയുന്നു. മാത്രമല്ല, വിവാദം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിനും വീഴ്ചയുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പരമാധികാരം സർക്കാരിനാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനാണ്. എന്ത് രാഷ്ട്രീയവും പറയാമോ എന്ന് ഗവർണർ ആലോചിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. ഈ നവകേരള യാത്രക്കിടയിൽ കൃത്യമായ രാഷ്ട്രീയ നിലപാടാണ് ഈ 24ന്റെ ആൻസർ പ്ലീസ് പരിപാടിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു അഭിമുഖത്തിന് തയ്യാറാകുന്നത്. അത് 24നോടാണ് അദ്ദേഹം സംസാരിച്ചത്. അതിൽ കൃത്യമായി ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം, ഏറ്റവും ചുരുങ്ങിയത് തൊട്ടടുത്ത കോട്ടക്കലിലെ നഗരസഭാ രാഷ്ട്രീയം വരെ കൃത്യമായി നിലപാട് വ്യക്തമാക്കുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. SKN. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം. പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ദീപക് ധർമ്മടം നടത്തിയ പ്രത്യേക അഭിമുഖം ലീഗ് ലീഡർ സ്പീക്കിംഗ് ഇന്ന് വൈകുന്നേരം 5:30 മണിക്ക് 24ൽ സംപ്രേഷണം ചെയ്യും. മുഖവരകൾ ആവശ്യമില്ലാത്ത നേതാവ്. ഏറെക്കാലത്തിന് ശേഷമാണ് അദ്ദേഹം ഒരു മുഴുനീള അഭിമുഖത്തിന് തയ്യാറാവുന്നത്. സ്വാഗതം ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. ഇത്രയും വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ കാലത്ത് ആരും തിരുവനന്തപുരത്തില്ലാതെ വരിക എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. കേരളത്തിൻ്റെ അവകാശം കേന്ദ്ര ഗവൺമെൻറ് തരുക തന്നെ വേണം, കിട്ടിയേ പറ്റുള്ളൂ. അങ്ങുമായുള്ള പിണറായി വിജയൻ്റെ ഒരു ആത്മബന്ധമുണ്ട്. ഗവർണർ ആ പദവിയുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാതെ ലീഗ് ഇടതുപക്ഷത്ത് പോകുമെന്ന് പറഞ്ഞ ക്യാമ്പയിൻ ശക്തമാണ്. തന്നെ ഞാനായാലും പിന്നെയും മന്ത്രിയാവണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ആളൊന്നുമല്ല. ലീഗ് ലീഡർ സ്പീക്കിംഗ് നയം വ്യക്തമാക്കി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് വൈകുന്നേരം 5:30 24.
കഴിഞ്ഞ കുറച്ച് കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു ടെലിവിഷൻ ചാനലിന് അഭിമുഖം നൽകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ 1.5 കൊല്ലമായി അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടിട്ട് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു. പ്രത്യേകിച്ചും കേരളത്തിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് കൃത്രിമമായി പ്രചരിപ്പിക്കുന്നതാണോ അതോ ഒറിജിനലി പ്രചരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് നീങ്ങുന്നു എന്ന രീതിയിൽ. മാത്രമല്ല ഇടതുപക്ഷത്തിനും ചെറിയൊരു താല്പര്യം ലീഗിലുണ്ട് എന്നുള്ള കാര്യത്തിലുള്ള പ്രചാരണവും നടക്കുന്ന ഈ വേളയിലാണ് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി 24നോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയത്. ഇന്ന് വൈകുന്നേരം 5:30 24 അഭിമുഖം സംപ്രേഷണം ചെയ്യും. പ്രേക്ഷകർ കാണുക, കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക.